ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രധാന ടോപ്പിക്കാണ് സസ്പെൻഷൻ സിസ്റ്റം എന്നുള്ളത്. ഏത് വാഹനം, ടു വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും റോഡിൽ കൂടെ പോകുമ്പം സുഗമമായി യാത്ര ചെയ്യുന്നതിനും വാഹനത്തിൻ്റെ പാർട്സിന് കേടുപാടുകൾ കുറയ്ക്കുന്നതിനും വേണ്ടി എല്ലാ വാഹനങ്ങളിലും സസ്പെൻഷൻ സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ടോപ്പിക്ക് സസ്പെൻഷൻ സിസ്റ്റമാണ്. സാധാരണ രീതിയിൽ റോഡിൻ്റെ ഇറഗുലാരിറ്റീസ് മൂലമാണ് വാഹനത്തിന് ഷോക്സും വൈബ്രേഷൻസും ഉണ്ടാകും. ഈ ഷോക്സും വൈബ്രേഷൻസും പാസഞ്ചേഴ്സിനോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലോ എത്തപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വൈബ്രേഷൻസ് ഷോക്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സസ്പെൻഷൻ സിസ്റ്റം എല്ലാ വാഹനങ്ങളിലും നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് വിച്ച് ഫോം ഡ്യൂ ടു ദ ഇറഗുലാരിറ്റീസ് ഓഫ് എ റോഡ് സർഫസ്. ഇപ്പോൾ റോഡ് സർഫസിൻ്റെ ഇറഗുലാരിറ്റീസ് മൂലം ഉണ്ടാകുന്ന ഷോക്സിനെയും വൈബ്രേഷൻസിനെയും കുറയ്ക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ വേണ്ടിയാണ് സസ്പെൻഷൻ സിസ്റ്റം എല്ലാ വാഹനങ്ങളിലും യൂസ് ചെയ്യും. ഇപ്പോൾ സസ്പെൻഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന പ്രധാന ഭാഗങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്പ്രിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡാമ്പറുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു വാഹനത്തിലെ സ്പ്രിങ് മാത്രം അറേഞ്ച് ചെയ്യുന്ന ഒരു കേസാണ് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സ്പ്രിങ് സാധാരണ രീതിയിൽ ഇരിക്കുമ്പം അതിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ L ആണെന്ന് സങ്കല്പിക്കാം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, സപ്പോസ് ഒരു ബമ്പ് കയറുന്ന സമയത്ത് വീല് ബമ്പിലോട്ട് കയറുന്നു, വെഹിക്കിൾ വെയ്റ്റിൻ്റെ മോസ്റ്റ് വെയ്റ്റ് ഓഫ് ദ വെഹിക്കിൾ പാർട്സ് സപ്പോർട്ട് ചെയ്യുന്നത് സ്പ്രിങ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ L ലെങ്ത് ഉള്ള സ്പ്രിങ്ങിൻ്റെ നീളം അത് മേളിലോട്ട് കംപ്രസ് ആവും. അതിൻ്റെ അർത്ഥം ലെങ്ത് റെഡ്യൂസ്ഡ്, ലെങ്ത് ഓഫ് സ്പ്രിങ് റെഡ്യൂസ്ഡ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്പ്രിങ്ങിനകത്തൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്പ്രിങ്ങിനകത്ത് എനർജി ആദ്യം സ്റ്റോർ ചെയ്യും. അതിനുശേഷം ആ എക്സ്റ്റേണൽ ലോഡ് പോകുന്ന സമയത്ത് സ്പ്രിങ് റീബൗണ്ട് ചെയ്യും അല്ലെങ്കിൽ ബൗൺസ് ചെയ്യും. അപ്പോൾ ആ ഒരു കേസിൽ റീബൗണ്ടിങ് അല്ലെ ബൗൺസിങ് ഉണ്ടാകുന്ന സമയത്ത് സ്പ്രിങ്ങിനകത്ത് ഒരു ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു വസ്തു മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ നടുക്കുള്ള പോയിന്റ്, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യപ്പെടും. ആ ഓസിലേഷൻ മുഖാന്തരം വാഹനത്തിൻ്റെ വെഹിക്കിൾ പാർട്സിനകത്ത്, സപ്പോർട്ട് ചെയ്യപ്പെടുന്ന വെഹിക്കിൾ പാർട്സിനകത്ത് ഈ ഓസിലേഷൻസും വൈബ്രേഷൻസും മൂലം ഷോക്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഷോക്സ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷോക്സ് അതിങ്ങനെ കൂടിയ അളവിൽ സമയം കഴിയും തോറും, സമയം കൂടും തോറും അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ അളവ് കുറഞ്ഞു വരും. ഈ ഒരു അവസ്ഥയിൽ ഏത് വാഹനത്തിലും സ്പ്രിങ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോഡിലുണ്ടാകുന്ന ഷോക്സ് അല്ലെങ്കിൽ വൈബ്രേഷൻസിനെ അബ്സോർവ് ചെയ്യാൻ സാധിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ സ്പ്രിങ്ങിനോടൊപ്പം ഡാമ്പർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഷോക്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പം എന്താണ് ഡാമ്പർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡാമ്പർ മീൻസ് ഷോക്ക് അബ്സോർബർ. അതിന് മറ്റൊരു പേരാണ് ഷോക്ക് അബ്സോർബർ. ഇപ്പോൾ ഡാമ്പറിൻ്റെ മറ്റൊരു പേര് നമ്മൾ അറിഞ്ഞിരിക്കണം, ദാറ്റ് ഈസ് ഷോക്ക് അബ്സോർബർ. ആ പേരിനകത്ത് തന്നെ ഉണ്ട്. എവിടെയെങ്കിലും ഷോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും, അതിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡാമ്പറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്തതിന് ശേഷം സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പം ആ ഓസിലേഷനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഡാമ്പറിൻ്റെ ഫങ്ഷൻ. നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ് കെ, സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ എന്ന് പറയും.
ചില പഴയ സാഹചര്യങ്ങളിൽ ഷോക്ക് അബ്സോർബർ കൊടുത്തില്ല എങ്കിൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് അങ്ങ് ഇൻക്രീസ് ചെയ്യും. ഓരോ സ്പ്രിങ്ങിനും കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അർത്ഥം അത് സ്ട്രെച്ച് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻ്റ് കുറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് അത് ഓസിലേറ്റ് ചെയ്യും. സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ആ ഓസിലേഷൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ആസ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ് ഓസിലേഷൻ ഡിക്രീസസ്. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കുറയുകയാണെങ്കിൽ ഓസിലേഷൻ ഇൻക്രീസസ്. അപ്പോൾ ഒരു പരിധിയുണ്ട്. ആ പരിധി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഷോക്ക് അബ്സോർബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഷോക്ക് അബ്സോർബർ തന്നെയാണ് വാഹനങ്ങളിൽ. ഇപ്പോൾ സാധാരണ നിങ്ങൾ 2 വീലറുകളിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ അതായത് ഫ്രണ്ടിലെ വീല്, ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഷോക്ക് അബ്സോർബറാണ് ഏകദേശം കാണിച്ചിട്ടുള്ളത്. നേരത്തെയുള്ള സമയത്ത് സ്പ്രിങ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഷോക്ക് അബ്സോർബർ മാത്രമാണ് ഉള്ളത്. എന്നാൽ സ്പ്രിങ് വാഹനത്തിൻ്റെ സെൻട്രൽ 2 വീലറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കേസ്, ഇപ്പോൾ സ്പ്രിങ്ങിനോടൊപ്പം ഡാമ്പറും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഫലപ്രദമായി നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ഷോക്ക് അബ്സോർബറും കൂടെ സ്പ്രിങ്ങിനോടൊപ്പം കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വൈബ്രേഷൻസ് സ്പ്രിങ് മൂലമുണ്ടാകുന്ന വൈബ്രേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് അത് 0 ലെവലിലേക്ക് എത്തുന്നു. അതായത് സമയത്തിൻ്റെ അളവ് ഇവിടെ ഉദാഹരണം 20 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ ഇത് 0 ആകാൻ എടുക്കുന്നത് ഒരു 4 സെക്കൻഡ് കൊണ്ട് 0 ആകുന്നു. അപ്പം അത്രത്തോളം വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഷോക്സിനെ ആരാഗീകരണം ചെയ്യുന്നു? ഷോക്ക് അബ്സോർബർ ആഗീകരണം ചെയ്യുന്നു. അതുവഴി വാഹനത്തിനുണ്ടാകുന്ന ഷോക്കും വൈബ്രേഷൻസും വെഹിക്കിൾ പാർട്സിലോട്ട് എത്താതെ, അതായത് പാസഞ്ചർ കമ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ കാർഗോ ഭാഗത്തേക്ക് അല്ലെങ്കിൽ എൻജിൻ ഭാഗത്തേക്ക് എത്താതെ വാഹനത്തെ അതിനകത്ത് നിന്ന് സംരക്ഷിക്കുന്നു. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നുള്ളത് മോസ്റ്റ് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ പാർട്സ് എല്ലാം സപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്പ്രിങ്ങിനകത്താണ്. അത് വീലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിനകത്ത് കയറുന്ന സമയത്ത് സ്പ്രിങ് ഒന്ന് കംപ്രസ് ആവുന്നു, അപ്പം ലെങ്ത് ഒന്ന് കുറയുന്നു. സ്പ്രിങ് കംപ്രസ് ആകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? എനർജി ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന എനർജി പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വണ്ടി ബൗൺസ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി അതിനകത്ത് ഡാമ്പർ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഷോക്ക് അബ്സോർബർ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻസ് പെട്ടെന്നാണ് 0 ലെവലിലോട്ട് എത്തുന്നത്. അതുവഴി വാഹനത്തിനുണ്ടാകുന്ന വൈബ്രേഷൻസ് അല്ലെ ഷോക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊന്ന്, ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ, ഒരു പരിധിക്കപ്പുറം കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഓസിലേഷൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് നോർമലി ഒരു പർട്ടിക്കുലർ ലിമിറ്റഡ് ലെവലിൽ വെച്ചിട്ടായിരിക്കും എല്ലാ വാഹനത്തിലും സസ്പെൻഷൻ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതായത് ഭാരം കൂടിയ വാഹനങ്ങളിലാണ് സാധാരണ രീതിയിൽ കെയുടെ വാല്യൂ കൂടുതലായിട്ട് കാണുന്നത്. ഉദാഹരണം ബസ്, ട്രക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ. സാധാരണ ബൈക്കിൽ 2 വീലേഴ്സിലെല്ലാം കെൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ഡാമ്പർ ഷോക്ക് അബ്സോർബറാണ് ഷോക്കിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡൗട്ട് വരാം. ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ ഷോക്ക് അബ്സോർബർ മാത്രമാണ് ഫ്രണ്ട് വീലുകളിൽ കൊടുക്കുന്നത്. പഴയ വാഹനങ്ങളിലാണെങ്കിൽ 2 വീലറിലാണെങ്കിൽ ഫ്രണ്ട് വീലിൽ സ്പ്രിങ്ങിനോടൊപ്പം ഷോക്ക് അബ്സോർബറും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സെൻട്രലിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നടുക്ക് ഷോക്ക് അബ്സോർബർ വിത്ത് സ്പ്രിങ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡാമ്പറിൻ്റെ വർക്കിംഗ് എല്ലാം പറഞ്ഞു. ഡാമ്പർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഒരു ബ്രീഫ് ഐഡിയ, ഒരു ഹൈഡ്രോളിക് തിയറി എന്താണ് ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ ഡാമ്പർ. അതിൻ്റെ ഹൈഡ്രോളിക് തിയറിയാണ് പറയുന്നത്. ഇപ്പോൾ ഷോക്ക് അബ്സോർബർ എന്നുള്ളത് ഒരു ക്ലോസ്ഡ് സിലിണ്ടറാണ്. ക്ലോസ്ഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ പ്രത്യേകത, സിലിണ്ടറിനകത്തൊരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. പിസ്റ്റൺ ഒരു ലിങ്കേജ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ പിസ്റ്റൺ. ഈ സിലിണ്ടറിനകത്ത് ഒരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ അടിഭാഗത്തായിട്ടൊരു ഹോളുണ്ട്.
അപ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്പ്രിങ് വാഹനം കുഴിയിലോട്ട് വീഴുന്ന സമയത്തൊന്ന് കംപ്രസ് ആവും. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കേസാണ്. ഈ കംപ്രസ് ആവുന്ന സ്പ്രിങ്ങിന് അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അത് പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ വാഹനങ്ങളിലെത്തും. അത് തടയാൻ വേണ്ടിയാണ് ഡാമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കംപ്രസ്സായ സ്പ്രിങ് റിലീസ് ചെയ്യുമ്പോൾ, എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അബ്സോർവറാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പിസ്റ്റൻ്റെ മുകളിലാണ് താഴോട്ടൊരു ബലം കൊടുക്കുന്നത്. എനർജി സ്റ്റോർഡ് ബൈ ദ സ്പ്രിങ്ങിൻ്റെ ഫലമായിട്ട് കംപ്രഷൻ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൻ്റെ മുകളിലോട്ട് ഷോക്ക് അബ്സറിനകത്തൊരു ബലം കൊടുക്കുന്നു. ഈ ബലത്തിൻ്റെ ഭാഗമായിട്ട് പിസ്റ്റൺ വളരെ പതുക്കെ ആയിരിക്കും താഴോട്ട് മൂവ് ചെയ്യുന്നത്. കാരണം ഇവിടെ എല്ലാം ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഈ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് മേലോട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പിസ്റ്റൺ വളരെ പതുക്കെ ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ ഒരു ചെറിയ ഹോളാണ്. വലിയ ഹോളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വരും. ചെറിയ ഹോളാകുമ്പോൾ ഞെരുങ്ങിയായിരിക്കും താഴോട്ട് വരുന്നത്. അങ്ങനെ ഡാമ്പിങ് എഫക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സീറോയിലോട്ട് എത്തിക്കാൻ കഴിയും. അതിന് സഹായിക്കുന്നതാണ് ഷോക്ക് അബ്സറിനകത്തുള്ള ക്ലോസ്ഡ് സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ ഹോളിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡ് അടുത്ത ഒരു ഔട്ടർ ട്യൂബ് ഉണ്ടാവും. ആ ഔട്ടർ ട്യൂബിനകത്ത് കളക്ട് ചെയ്യും. തിരിച്ച് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അബ്സോർബർ താഴോട്ട് വന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ പുറത്തോട്ട് പോയ ഫ്ലൂയിഡ് സിലിണ്ടറിനകത്തോട്ട് കയറുകയും ചെയ്യും. അങ്ങനെയാണ് ഷോക്ക് അബ്സോർബറിൻ്റെ വർക്കിംഗ് ഗ്രാജുവലി നടക്കുന്നത്. അങ്ങനെ ഷോക്സ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനും സാധിക്കും. ഷോർട്ടായിട്ട് ഡാമ്പിങ് ഇഫക്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഷോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഡാമ്പർ താഴോട്ട്, പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് ഇതിനെ ഹോളിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് ഫ്ലൂയിഡ് മേലോട്ടൊരു ഒപ്പോസ് ചെയ്യും, ഒരു ബലം പ്രയോഗിക്കും. അതാണ് പറയുന്നത് റെസിസ്റ്റൻസ് ടു മൂവ്മെൻറ്റ് ഓഫ് പിസ്റ്റൺ വിച്ച് ഇസ് ഡൺ ബൈ ആരാ ചെയ്യുന്നത്? ഫ്ലൂയിഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഖാന്തരം ഈ പിസ്റ്റൺ വളരെ പതുക്കെ ആയിരിക്കും താഴോട്ട് വരുന്നത്. അങ്ങനെയാണ് ഡാമ്പിങ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ളത്, ഇവിടെ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു വസ്തു അതിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് കിട്ടുന്ന എനർജി ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. അത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ തിയറി എന്നുള്ളത് കൈനറ്റിക് എനർജി ഓഫ് ദ പിസ്റ്റൺ, കൈനറ്റിക് എനർജി ഓഫ് ദ piston is converted to എന്തായിട്ട് മാറും? കൺവേർട്ടഡ് ടു, അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഹീറ്റ് എനർജിയാണ്. വിച്ച് ഈസ് ഹീറ്റ് എനർജി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാത്തൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഡാമ്പറിനകത്ത് അതിൻ്റെ ഷോക്ക് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഡാമ്പിങ് ഇഫക്റ്റ് നടക്കുന്ന സമയത്ത് ഏത് എനർജി ഏതായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? അവിടെ മൂവ്മെൻറ്റ് മൂലം കിട്ടുന്ന എനർജി ആയിട്ട് കൈനറ്റിക് എനർജി എന്ന് പറയും. ആ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഷോക്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കും. ഇനിയുള്ളത് എലമെൻറ്റ്സ് ഓഫ് എ സസ്പെൻഷൻ സിസ്റ്റം. അതായത് സസ്പെൻഷൻ സിസ്റ്റത്തിനകത്തുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണുള്ളത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വാഹനത്തിൻ്റെ മോസ്റ്റ് പാർട്സിൻ്റെ വെയിറ്റ് അത് സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? സ്പ്രിങ്ങും അതുപോലെ തന്നെ ഡാമ്പറുമാണ്. മോസ്റ്റ് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾസ് സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്പ്രിങ്ങിലാണ്. അപ്പോൾ ആ സ്പ്രിങ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ സ്പ്രങ് വെയിറ്റ് എന്ന് പറയും. അതുപോലെ സ്പ്രിങ് സപ്പോർട്ട് ചെയ്യപ്പെടാത്ത വാഹനത്തിൻ്റെ ഭാരങ്ങളുണ്ട്, അതിനെയാണ് അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ അൺസ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നതാണ് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ വെയിറ്റ്, അതുപോലെ സ്പ്രിങ്ങിൻ്റെ വെയിറ്റ്, ഉൾപ്പെടുന്ന സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് എല്ലാം. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏതിലേക്കാണ്? വീലിലേക്കാണ്. അപ്പോൾ സാധാരണ രീതിയിൽ വാഹനം ഒരു ഒബ്ജക്റ്റിനകത്ത് തട്ടുന്ന സമയത്ത് അൺസ്പ്രങ് വെയിറ്റ് ആണ് ആദ്യം വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും സ്പ്രങ് വെയിറ്റ് വൈബ്രേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ വാഹനങ്ങളിലും അൺസ്പ്രങ് വെയിറ്റ് കുറച്ച് വെച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഇപ്പം എലമെൻറ്റ്സ് ഓഫ് എ സസ്പെൻഷൻ സിസ്റ്റത്തിനകത്ത് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ പാർട്സ് ആണുള്ളതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ കേസ് സ്പ്രിങ് ആണ്.
രണ്ടാമത്തെ കേസ് അറിയാം, ഡാമ്പറാണ്. മൂന്നാമത്തെ കേസ് ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള ലിങ്കേജസ് ആണ്. ലിങ്കേജസ്. നാലാമത്തെ ഉള്ളത് സ്റ്റെബിലൈസറാണ്. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ വാഹനം റോൾ ഔട്ട് ചെയ്യാതിരിക്കുക, അതായത് മറിഞ്ഞ് വീഴാതിരിക്കാനൊക്കെ വാഹനങ്ങളിൽ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സ്റ്റെബിലൈസർ. ഇനി എന്തെങ്കിലും രീതിയിൽ വാഹനത്തിന് നിയന്ത്രണം വിടുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അത് ഉണ്ടാകുന്ന ഷോക്കിനെ അഡീഷണലായിട്ട് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് സ്റ്റെബിലൈസർ എന്നുള്ളത്. ഇനി ഏതൊക്കെ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ടൈപ്സ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റത്തിനകത്തുള്ളത് ഒന്നാമത്തത് ഫ്രണ്ട് എൻഡ് സസ്പെൻഷൻ സിസ്റ്റം, മറ്റുള്ളത് റിയർ എൻഡ് സസ്പെൻഷൻ സിസ്റ്റമാണ്. വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റി കൂടുക കുറയുക അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രണ്ട് എൻഡ് സസ്പെൻഷൻ സിസ്റ്റവും അതുപോലെ റിയർ എൻഡ് സസ്പെൻഷൻ സിസ്റ്റവും ആയിരിക്കും. ഇതിനകത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഒരു വാഹനത്തിനകത്ത് സസ്പെൻഷൻ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സ്പ്രിംഗ് ഉണ്ടാവും, ഡാമ്പർ ഉണ്ടാവും, ലിങ്കേജസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റെബിലൈസർ ഉണ്ടാവും. ടൈപ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്നതാണ് ഫ്രണ്ട് എൻഡ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ റിയർ എൻഡ് സസ്പെൻഷൻ സിസ്റ്റവും ഉണ്ട്. ഒരു വാഹനത്തിൻ്റെ സ്പ്രങ് വെയിറ്റ് എന്താണ്, അൺസ്പ്രങ് വെയിറ്റ് എന്താണ്, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രമായിട്ട് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വാഹനത്തിൻ്റെ സ്പ്രങ് വെയിറ്റിനകത്ത് ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ സസ്പെൻഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ്, വാഹനത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ സ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത് സപ്പോർട്ടഡ് ബൈ സസ്പെൻഷൻ സിസ്റ്റം, വെയിറ്റ് ഓഫ് ദ പാർട്ട് ഓഫ് എ വെഹിക്കിൾ സപ്പോർട്ടഡ് ബൈ സസ്പെൻഷൻ സിസ്റ്റം. അപ്പോൾ ഈ സസ്പെൻഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യാത്ത ഭാഗങ്ങളിലെ പറയുന്ന പേരാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഭാഗമാണ് ഏതിനകത്ത് വരുന്നത്, അൺസ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നത്. അപ്പം സ്പ്രങ് വെയിറ്റിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് വരുന്നത് വാഹനത്തിൻ്റെ പാസഞ്ചർ ഇരിക്കുന്ന ഭാഗം, പാസഞ്ചർ ഏരിയ വരുന്നത് സ്പ്രങ് വെയിറ്റിനകത്താണ്. അതുപോലെ അറിയാം എൻജിൻ, ഇതിനെല്ലാം നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അതാണ് സ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നത്. അടുത്തത് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ ഭാഗങ്ങൾ വരും, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ക്ലച്ച് അസംബ്ലി ഉണ്ട്, പിന്നെ ഗിയർ ബോക്സ് ഉണ്ട്. ഗിയർ ബോക്സിനകത്ത് ഡ്രൈവ് എങ്ങോട്ട് പോവും, പ്രൊപ്പല്ലർ ഷാഫ്റ്റിനകത്തുനിന്ന് അടുത്തത് ഡിഫറൻഷ്യൽ. അപ്പോൾ ഇത്രയും ഭാഗം ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് വരും. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ഭാരം സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, ഒരു വാഹനത്തിൻ്റെ സ്പ്രങ് വെയിറ്റ് എന്നുള്ള ഭാഗമാണ്, സസ്പെൻഷൻ സിസ്റ്റം ഉൾപ്പെടുന്ന ഭാഗം. ഇനി അൺസ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നത്, വാഹനത്തിൻ്റെ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലോവസ്റ്റ് പാർട്ടാണ്. തുടങ്ങുക, വീലുണ്ട്, ടയറുണ്ട്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, ആക്സിൽസ് ഉണ്ട്, അടുത്തത് സ്റ്റിയറിംഗ് നക്കിൾസ് ഉണ്ട്. അൺസ്പ്രങ് വെയിറ്റിനകത്ത് വരുന്ന ഈ ആക്സിലിൻ്റെ ഭാഗം ഓർത്തിരിക്കുക. സാധാരണ രീതി എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത് ആക്സിൽ ഏതിനകത്താണ്, സ്പ്രങ് വെയിറ്റിനകത്താണ്, കാരണം ഡിഫറൻഷ്യലിനോട് ചേർന്ന് ആക്സിൽ വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആക്സിലിൻ്റെ ഭാഗം വരുന്നത് അൺസ്പ്രങ് വെയിറ്റിനകത്താണ്. നമ്മളത് അറിഞ്ഞിരിക്കണം വ്യക്തമായിട്ട്. ഇനി ഈ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു പടം പുതുതായിട്ടൊന്ന് വരയ്ക്കാം. അതിനകത്ത് ഇത് വെഹിക്കിളിൻ്റെ വെയിറ്റ് ആണ്. ആ വെഹിക്കിൾ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, നമുക്കറിയാം സ്പ്രങ് വെയിറ്റ് ആണ്. അതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഭാരങ്ങളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അൺസ്പ്രങ് വെയിറ്റ്.
അൺസ്പ്രങ് വെയിറ്റിനകത്ത് വരുന്ന ഭാഗം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. സസ്പെൻഷൻ സിസ്റ്റം ഉൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം കൂടാണ് അൺസ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നത്. ഈ അൺസ്പ്രങ് വെയിറ്റ് ആണ് നേരിട്ട് വീലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ വാഹനത്തിൻ്റെ അൺസ്പ്രങ് വെയിറ്റ് കുറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ. എന്താണ് കാരണം എന്ന് വെച്ചാൽ അൺസ്പ്രങ് വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വീൽ ഒരു ഒബ്ജക്റ്റിനകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് അൺസ്പ്രങ് വെയിറ്റ് കുറവാണെങ്കിൽ അതിനകത്ത് വളരെ കുറച്ച് കിട്ടത്തുള്ളൂ. ഈ അൺസ്പ്രങ് വെയിറ്റ് കിട്ടുന്ന വൈബ്രേഷൻസ് ആണ് സ്പ്രങ് വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അന്നേരം പാസഞ്ചർ ഇരിക്കുന്ന ഭാഗത്ത് വളരെ കുറച്ച് രീതിയിൽ മാത്രമേ ഷോക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഫീൽ ചെയ്യത്തുള്ളൂ. ഈ അൺസ്പ്രങ് വെയിറ്റ് കൂടിയിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? വീല് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുണ്ടിലും കുഴിയിലും വീഴുന്ന സമയത്ത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അൺസ്പ്രങ് വെയിറ്റ് കൂടിയ ഭാഗം വൈബ്രേറ്റ് ചെയ്യും. അതിൻ്റെ വൈബ്രേഷൻ മുഴുവൻ വാഹനങ്ങളിൽ എത്തുകയും ചെയ്യും. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുന്ന അൺസ്പ്രങ് വെയിറ്റ് ഓഫ് എ വെഹിക്കിൾ ഷുഡ് ബി കെപ്റ്റ് ആസ് ലോ ആസ് പോസിബിൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ഭാഗമാണ് ഒരു വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണം, എന്ത് ചെയ്താൽ സാധിക്കും? അതിനകത്ത് ഓപ്ഷൻ തരികയാണ് സ്പ്രങ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, സ്പ്രങ് വെയിറ്റ് ഡിക്രീസ് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ അൺസ്പ്രങ് വെയിറ്റ് ഡിക്രീസ് ചെയ്യുക, അൺസ്പ്രങ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? അൺസ്പ്രങ് വെയിറ്റ് എന്നുള്ളത് ഡിക്രീസ് ചെയ്യുക. അൺസ്പ്രങ് വെയിറ്റ് ഡിക്രീസ് ചെയ്താൽ റൈഡ് ക്വാളിറ്റി അല്ലെ കംഫർട്ട് ജേർണി നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പം നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അൺസ്പ്രങ് വെയിറ്റ് should be low as possible, should be low as kept as possible. ഒരു വാഹനത്തിൻ്റെ അൺസ്പ്രങ് വെയിറ്റ് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ കുറച്ച് വെക്കുക. ഇതാണ് ലക്ഷറി വാഹനങ്ങളിലെല്ലാം ചെയ്യുന്നത്. ഇപ്പം ലീഫ് സ്പ്രിങ് ഉപയോഗിക്കുന്ന വാഹനമുണ്ട്, നമുക്കറിയാം. ട്രക്കൊക്കെ ആണെങ്കിൽ ലീഫ് സ്പ്രിങ് ഉപയോഗിക്കുന്നത്. കാരണം വാഹനത്തിൻ്റെ ഭാരം വളരെ കൂടുതലായതുകൊണ്ട് അതിനെ താങ്ങാൻ വേണ്ടിയാണ് ലീഫ് സ്പ്രിങ് ഉപയോഗിക്കുന്നത്. ഒരു സാധാരണ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന 4 വീലേഴ്സ്, അതായത് കാറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് ലീഫ് സ്പ്രിങ്ങും സംഭവങ്ങളൊന്നുമില്ല. കാരണം എന്താ? അതിനെക്കാട്ടി അഡ്വാൻറ്റേജ് ആയിട്ട്, അതായത് അതിൻ്റെ ലക്ഷറി ഭാഗം കൂട്ടാൻ വേണ്ടി, കംഫർട്ട് ജേർണി കൂട്ടാൻ വേണ്ടി നമ്മൾ ലീഫ് സ്പ്രിങ് എല്ലാം ഒഴിവാക്കിയിട്ട് അവിടെ കോയിൽ സ്പ്രിങ്ങും ഷോക്ക് അബ്സർവറും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഭാരാന്തരം ലീഫ് സ്പ്രിങ് ഒഴിവാക്കുന്ന വഴി കുറയ്ക്കാൻ സാധിക്കും. അതുവഴി വാഹനത്തിൻ്റെ കംഫർട്ട് അല്ലെങ്കിൽ റൈഡ് ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിനകത്ത് സ്പ്രങ് വെയിറ്റ് ഉണ്ട്, അൺസ്പ്രങ് വെയിറ്റ് ഉണ്ട്. സ്പ്രങ്ങിനകത്ത് വരുന്നതാണ് പാസഞ്ചർ ഭാഗങ്ങൾ, അതുപോലെ എഞ്ചിന്, ട്രാൻസ്മിഷൻ സിസ്റ്റം. അൺസ്പ്രങ്ങിനകത്ത് വരുന്നതാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ആക്സില്, സസ്പെൻഷൻ സിസ്റ്റം, പിന്നെ വീല്, ടയറ്, അതുപോലെ ബ്രേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അതിനകത്താണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്ത് വരച്ചേക്കുന്നൊരു പടമാണിത്. ഇതിനകത്ത് സ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നുണ്ട്, അൺസ്പ്രങ് വെയിറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വീലുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്പ്രങ് വെയിറ്റ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ വീല് കുഴിയിലോ അല്ല ബമ്പിലോ കയറുന്ന സമയത്ത് മൂവ് ചെയ്യുമ്പം അൺസ്പ്രങ് വെയിറ്റിലോട്ടാണ് വൈബ്രേഷൻസ് ആദ്യം പോകുന്നത്. അപ്പോൾ അത് കൂടിയിരുന്ന അത്രയും വൈബ്രേഷൻസ് എങ്ങോട്ട് പോകും? സ്പ്രങ് വെയിറ്റ് ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് പോകും. അത് കുറഞ്ഞിരുന്നാൽ അത്രത്തോളം സ്പ്രങ് വെയിറ്റ് ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ റൈഡ് ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും.